ഹായ് വൺ ആൻഡ് എവരി വൺ. ജോൺ ഡോൺ 1571 1572 കാലങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1631 മാർച്ച് 31 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പോയിറ്റാണ്. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കവിയാണ്. അതേപോലെ തന്നെ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം പട്ടാളക്കാരനാണ്. മാത്രമല്ല അദ്ദേഹം ഒരു സെക്രട്ടറിയും കൂടിയാണ്. ബോൺ ഇൻ ടു എ റെക്യൂസൻറ്റ് ഫാമിലി. റെക്യൂസൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ നിയമത്തിനോട് എതിരായിട്ട് പ്രവർത്തിക്കുന്ന, ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് അധികാരികൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു അംഗം കൂടിയാണ് ജോൺ ഡോൺ. പിന്നീട് ഹൂ ലേറ്റർ ബിക്കേം എ ക്ലറിക് ഇൻ ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ പള്ളിയിൽ പിന്നീട് അദ്ദേഹം ഒരു റിലീജിയസ് ലീഡറായിട്ട്, ഒരു മതത്തിൻ്റെ ഒരു വലിയ ലീഡറായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. Under royal patronage, he was made Dean of St. Paul's Cathedral in London. അങ്ങനെ അദ്ദേഹം പിന്നീട് അവിടെ ഡീനായിട്ട് st. പൗൾസ് കാത്തഡ്രൽ എന്ന് പറയുന്ന പള്ളിയിലെ, ലണ്ടനിലെ ആ പള്ളിയിൽ, ആ ചർച്ചിൽ അദ്ദേഹം ഒരു ഡീനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഹീ ഈസ് കൺസിഡേർഡ് ദ പ്രീമിനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്. എന്നാൽ അദ്ദേഹം കവിതാലോകത്ത് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുന്നത് ഒരു മെറ്റാഫിസിക്കൽ പോയിറ്റായിട്ടാണ്. എന്താണ് മെറ്റാഫിസിക്കൽ പോയിറ്റ്? അതിൻ്റെ വിശദീകരണം ശേഷം വരുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കവിതകൾ പരിശോധിച്ച് നോക്കിയാൽ അത് ഇമ്പോർട്ടൻറ്റ് തീം ഇൻ ഡോൺസ് പോയിട്രി ഈസ് ദ ഐഡിയ ഓഫ് ട്രൂ റിലീജിയൻ. ഒരു യഥാർത്ഥ മതം എന്ന ആശയമാണ് അദ്ദേഹം അവിടെ കൂടുതലും പരിചയപ്പെടുത്തുന്നത്. സംതിങ് ദറ്റ് ഹീ സ്പെൻഡ് മച്ച് ടൈം കൺസിഡറിങ് ആൻഡ് അബൌട്ട് വിച്ച് ഹി ഓഫൻ തിയോറൈസ്ഡ്. അദ്ദേഹം കൂടുതൽ അദ്ദേഹത്തിൻ്റെ സമയത്തെ ചെലവഴിക്കുന്നതും അതേപോലെ തന്നെ അദ്ദേഹം കൂടുതൽ ഇടപെടുന്നതും ഈ ഒരു മേഖലയിലാണ്. അഥവാ ഐഡിയ ഓഫ് ട്രൂ റിലീജിയൻ, മതത്തിൻ്റെ യഥാർത്ഥ ആശയം എന്നതിലാണ് അദ്ദേഹം കൂടുതലും ഇടപെടുന്നത്. ഹി റോട്ട് സെക്കുലർ പോയിംസ് ആസ് വെൽ ആസ് എറോട്ടിക് ആൻഡ് ലവ് പോയിംസ്. അദ്ദേഹം ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലവ് പോയിംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹി ഈസ് പെർട്ടിക്കുലർലി ഫേമസ് ഫോർ ഹിസ് മാസ്റ്ററി ഓഫ് മെറ്റാഫിസിക്കൽ കോൺസെപ്റ്റ്സ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെറ്റാഫിസിക്കൽ പോയിറ്റാണ് അദ്ദേഹം. Despite his great education and poet talents, Don lived in poverty. അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഉന്നതമായ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കവിതയിലുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ ഉറക്കവും കാരണം അദ്ദേഹം lived in poverty for several years. ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം വലിയ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ ജീവിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ വലിയ സമ്പന്ന കൂട്ടുകാരായിരുന്നു. എന്നാലും അദ്ദേഹം lived in poverty. He spent much of the money he inherited during and after his education on womanizing literature, pastimes and travel. അദ്ദേഹത്തിൻ്റെ പണങ്ങൾ മുഴുവനും ചെലവഴിച്ചത്, അദ്ദേഹത്തിന് അനന്തരമായി കിട്ടിയ സ്വത്തുകൾ വരെ അദ്ദേഹം കൂടുതലും ചെലവഴിച്ചത് ഈ ഒരു സാഹിത്യ മേഖലയിലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിദ്യ സമ്പാദിക്കുന്നതിൻ്റെയും പോലത്തെ കാരണങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും അദ്ദേഹം ചെലവഴിക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം പഠനത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകൾക്ക് വേണ്ടിയും അദ്ദേഹം ചെലവഴിച്ചു. അതേപോലെ തന്നെ 1601 അദ്ദേഹം അവിടെ ആനിമോർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവിടെ കല്യാണം കഴിക്കുന്നത് കാണാം. അതായത് അദ്ദേഹത്തിന് അവളിൽ നിന്നും 12ഓളം കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം പരിചയപ്പെടുത്തുന്നത് കാണാം. In 1615 he was ordained Anglican deacon and then priest. അദ്ദേഹം 1615 അവിടെ ഓർഡൈൻഡ് ആംഗ്ലിക്കൻ ഡെക്കൺ എന്ന ഒരു സ്ഥാനം, ആംഗ്ലിക്കൻ ഡെക്കൻ എന്ന് പറയുന്ന ഒരു പള്ളിയിലെ സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട്. പിന്നീട് അവിടെ തന്നെ അദ്ദേഹം പ്രൈസ്റ്റായിട്ട് വരുന്നതും കാണാം. ഇത് അദ്ദേഹത്തിന് ഒരു ഇഷ്ടപ്പെട്ട ഒരു മേഖല ആയിരുന്നില്ല. although he did not want to take holy orders and only did so because the king ordered it. അദ്ദേഹം ഇത് സ്വയം ഇഷ്ടത്താൽ ചെയ്ത ഒരു പ്രവർത്തനമായിരുന്നില്ല, മറിച്ച് അവിടെ കിങ് തന്നോട് കൽപ്പിച്ചു എന്ന ഒരു കാരണം കൊണ്ട് മാത്രം അദ്ദേഹം ഏറ്റെടുത്തതായിരുന്നു. ഹി സെർവ്ഡ് ആസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഇൻ 1601 ആൻഡ് ഇൻ 1614. അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെൻറ്റായി MP ആയിട്ട്, ആ രാജ്യത്തിൻ്റെ MP ആയിട്ട് അവിടെ 1601 1614 അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നതും കാണാം. ഇനി നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരു ബ്രീഫ്ലി ആയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം.